മടിയായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കേടാ. If A, B, C, D are in GP, A, B, C, D are in GP, show that A square plus B square plus C square into B square plus C square plus D square equal to AB plus BC plus CD the whole square. ഇതാണ് കാണിക്കേണ്ടത്. അപ്പൊ ഡെഫിനറ്റ്ലി എയും ബിയും സി ഡി ഒക്കെ ആരായിരിക്കും? ജി പിയിലെ ഓരോ ടേംസുകളായിരിക്കും അല്ലെ. അപ്പൊ ജി പിയിലെ ടേംസുകൾ എങ്ങനെയാ പറഞ്ഞാൽ എ ആർ പിന്നെന്താ എ ആർ സ്ക്വയർ ഇത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് എ എന്ന് പറയുന്നത് ഫസ്റ്റ് ടൈം തന്നെ ആയിട്ട് എടുക്കാം അല്ലെ. എ ഈസ് ഈക്വൽ ടു എ ഫസ്റ്റ് ടൈം. സെക്കൻഡ് ടൈം എന്താ എ ആർ ഈക്വൽ ടു എന്തോന്ന് കൊടുക്കാം? ബി എന്ന് കൊടുക്കാം. പിന്നെ എ ആർ സ്ക്വയർ ഈസ് ഈക്വൽ ടു സി, എ ആർ ക്യൂബ് ഈക്വൽ ടു ഡി, അത്രയും കൊടുക്കാം. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഇനി ആദ്യം എൽ എച്ച് എസ് ഈക്വൽ ടു ആർ എച്ച് എസ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ എൽ എച്ച് എസ് എന്ന് പറയുന്നത് ഈ ഇക്വേഷൻ, ആർ എച്ച് എസ് ഇത്. അപ്പൊ നമ്മള് എൽ എച്ച് എസിന് ആദ്യം ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഏത്? ഈ എ ആർ സ്ക്വയർ എ ആർ ക്യൂബ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടും. അതുപോലെ ഇപ്പുറത്ത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോഴൊരു വാല്യൂ, ആ രണ്ട് വാല്യൂ ഈക്വൽ ആണെന്ന് കാണിച്ചാൽ മതിയല്ല. അപ്പൊ ഫസ്റ്റ് എൽ എച്ച് എസിൽ ഇട്ട് കൊടുക്കാം ആദ്യം വാല്യൂ. എക്കും ബിക്കും സിക്കും പകരം എ ആർ സ്ക്വയർ എ ആർ ക്യൂബ് ഇട്ട് കൊടുക്കാം. എ ആർ ദ ഹോൾ സ്ക്വയർ എന്നിടണം. ഫാഹിർ എന്ത് പറ്റിയടാ? എന്ത് പറ്റിയടാ? മൈക്ക് അപ്പൊ ഇട്ട് കൊടുക്കുമ്പോ എന്ത് കിട്ടും? ഫസ്റ്റ് ഇട്ട് കൊടുത്ത് വേണ്ട, ഇട്ട് കൊടുത്താ. ഇനി കോമൺ ടേംസ് പുറത്തെടുത്ത് ഇനി ഇതിൽ നിന്ന് എ സ്ക്വയർ പുറത്തെടുത്ത കോമൺ എ സ്ക്വയർ മാത്രമല്ലേ പുറത്തെടുക്കാൻ പറ്റുന്നത്? ഇപ്പുറത്ത് നമുക്ക് എ സ്ക്വയർ ആർ സ്ക്വയറും പുറത്തെടുക്കാം അല്ലേ? ഇനി നോക്കിക്കേ, ഇനി നമ്മൾ ഇവിടെ ആദ്യം ഇവിടുന്ന് എ സ്ക്വയർ എടുത്ത് ഇവിടുന്ന് എ സ്ക്വയർ ആർ സ്ക്വയർ പുറത്തെടുത്ത്. ഇനി നമുക്ക് ഇത് പുറത്തെടുക്കാല്ല, ഈ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ കിടക്കുന്ന സാധനം അതെടുത്ത് പുറത്തിട്ട്. ഇതെടുത്ത് പുറത്തിടാലാടാ. ഇത് ഈ ടൈം പുറത്തെടുത്തിട്ട് കോമൺ എടുക്കണ്ട, സ്ക്വയർ ആക്കി എഴുതിയാൽ മതി. ഇത് രണ്ടെണ്ണം ഉണ്ടല്ലോ, അപ്പൊ അതിനെ നമുക്ക് ഒറ്റ സ്ക്വയർ ആക്കാം. എ സ്ക്വയറും കൂടി ചേർത്ത് നമുക്ക് എന്തെന്ന് എഴുതാം? എ റേസ്റ്റ് 4 എഴുതാം. എ റേസ്റ്റ് 4 പിന്നെ ആർ സ്ക്വയർ, ഇത് രണ്ടെണ്ണം ഉള്ളതുകൊണ്ട് 1 +
ആർ സ്ക്വയർ പ്ലസ് ആർ റേസ്റ്റ് 4 ദ ഹോൾ സ്ക്വയർ. അപ്പൊ ഇത് സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് ഇങ്ങനെ കിട്ടി. ഇനി അപ്പുറത്തെ സൈഡ് ഇതുപോലെ കിട്ടണം. ഇതിലെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇതിൽ ഓരോ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇത് കിട്ടിക്കഴിഞ്ഞാൽ രണ്ടും ഈക്വൽ ആണെന്ന് കിട്ടും. ഈ ബൾബ് കത്തുവോടാ? ഈ തലടിച്ചു അതിന് ഓണാക്കണം. തലവേന എടുത്തിട്ടും വെള്ളം ഫിലമെന്റിന്റെ ബൾബാണ്. അതായത് പണ്ടത്തെ എനിക്ക് തലമുണ്ടായത്. ഇതിലിട്ട് കൊടുത്ത കോമൺ എടുത്ത് ഇതിലിട്ട് കൊടുത്ത് കോമൺ എടുത്ത് എനിക്ക് പുറത്തോട്ട് ആക്കാൻ പറ്റില്ലെങ്കിൽ ഇത് ഈക്വൽ ടു ഇതാണെന്ന് എഴുതി വെക്കാം. ചില മണ്ടന്മാർക്ക് ചിലപ്പോ ഇത് കോമൺ എടുത്തൊന്നും കിട്ടാണ്ട് വരണയാണെങ്കിൽ ലാസ്റ്റ് സ്റ്റെപ്പിൽ എന്തായാലും ഇത് തന്നെ കിട്ടണം. മനസ്സിലായ? കിട്ടിയാടാ? ഇതൊക്കെ ഒരുമിച്ച് ചെയ്ത് എ ഇൻറ്റു എ സ്ക്വയർ ആർ ക്യൂബ് അങ്ങനെയൊക്കെ ചെയ്തിട്ടാ. അതെല്ലാം ഫോർമുലേ വേണ്ട, ഇത് തന്നെ കിട്ടണ്ട. അവിടെ കോമൺ എടുത്താ പോരെ പുറത്തോട്ട്? ഏത് ഫോർമുല ഉദ്ദേശിച്ചത്? അത് വെച്ചിട്ട് ഓൾ ദ സ്ക്വയർ വന്ന പുറത്ത്. അതിന്ന് കോമൺ ടേംസ് പുറത്തെടുത്തപ്പോ എ സ്ക്വയർ ആറല്ലേ നിങ്ങൾ പുറത്തെടുത്തത്? എ സ്ക്വയർ ആറ് പുറത്തെടുക്കുമ്പോ ബ്രാക്കറ്റിനുള്ളിൽ 1 പ്ലസ് ആർ സ്ക്വയർ പ്ലസ് ആർ റേസ്റ്റ് 4 കിട്ടി ഇല്ലേ? അപ്പൊ നോക്കിക്കേ, ഇനി ആ സ്ക്വയർ അങ്ങനെ ഇട്ട് കൊടുത്താ പോരേടാ. എ സ്ക്വയറിന്റെ അടുത്തുനിന്ന് ആ സ്ക്വയർ ഇട്ട് കൊടുക്കുമ്പോ എ റേസ്റ്റ് 4 കാണിക്കണോ? അത് അത് കൊള്ളാം. കിട്ടിയാ നിനക്ക്? സെയിം ആണ്, പക്ഷെ നിനക്ക് കിട്ടിയില്ലേ? ഞാനൊരു വഴി പറഞ്ഞെന്ന് പറഞ്ഞപ്പോ നീ എനിക്കിട്ട് തന്നെ വെക്കണത്. നിങ്ങൾക്ക് എങ്ങനെയല്ലേടാ കിട്ടിയത്? സ്റ്റെപ്പ് ചെയ്തപ്പോ എന്ന് പറഞ്ഞ എ സ്ക്വയർ ആറ് പ്ലസ് എ സ്ക്വയർ ആർ ക്യൂബ് പ്ലസ് എ സ്ക്വയർ ആർ റേസ്റ്റ് 5 ദ ഹോൾ സ്ക്വയർ അല്ലെ? ഇനി നോക്കിക്കേ, ഇനി ഇവിടെ ഇതിന്റെ ഉള്ളിൽ കിടക്കുന്ന ടേംസ് എ സ്ക്വയർ പുറത്തെടുക്കാം. അപ്പൊ എന്ത് കിട്ടും? എ സ്ക്വയർ ആറ് പുറത്തെടുക്കാം. എ സ്ക്വയർ ആറ് പുറത്തെടുത്തപ്പോ 1 പ്ലസ് ആർ ക്യൂബ് പ്ലസ് ഇത് ആർ ക്യൂബ് അല്ലേടാ? ആർ സ്ക്വയർ പ്ലസ് ആർ റേസ്റ്റ് 3 അല്ലെ? ഇവിടെ 5 വരുന്നില്ലേ? ഓക്കെ 4 ഹോൾ ഇങ്ങനെ സ്ക്വയർ ഇടാ കേട്ടാ. സ്ക്വയർ ഇട്ട് ഇനി നോക്കിക്കേ, ഇനി ഈ സ്ക്വയർ നമുക്ക് ഇതിന് കൊടുക്കാം. അപ്പൊ എ റേസ്റ്റ് 4 ആയല്ല. ഇനി ആറിന് ഈ സ്ക്വയർ കൊടുക്കുമ്പോ ആർ സ്ക്വയർ ആയി.
പിന്നെ ഇതിന്റെ സ്ക്വയർ അങ്ങനെ തന്നെ നമുക്ക് കൊടുക്കാം. 1 + ഇത്ര ചെയ്താൽ മതി കേട്ടാ. ടെക്സ്റ്റ് തന്നേടാ. അടുത്ത ക്വസ്റ്റ്യൻ ഇൻസേർട്ട് 2 numbers between insert 2 numbers between 3 and 81. Insert 2 numbers between 3 and 81 so that resulting sequence is GP. Insert 2 numbers between 3 and 81. Resulting sequence is GP. എന്താ പറഞ്ഞേക്കണ ക്വസ്റ്റ്യൻ എന്താ വിവേക്? Resulting sequence is GP. എന്താ പറഞ്ഞേക്കണ ക്വസ്റ്റ്യനില്? കാണാണ്ട് പഠിച്ചിട്ട് പറയാനേ മതി. എന്താ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞേക്കണ? 3 ഉണ്ട്, ഫസ്റ്റ് ടൈം 3 ലാസ്റ്റ് ടൈം 81. രണ്ട് ഡിജിറ്റുകളും കൂടി ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് ഇതൊരു GP ആക്കി മാറ്റണം. അതാണ് ക്വസ്റ്റ്യൻ. എങ്ങനെ കണ്ടുപിടിക്കും? ഫസ്റ്റത്തെ ടൈമിൽ നമുക്ക് എന്തെടുക്കാം? A = 3. ഈ 1, 2, 3 നാലാമത്തെ ടൈം എന്ന് പറഞ്ഞാൽ എന്താ? AR³ = 81. ഇനി എന്ത് ചെയ്യാം? 6 കണ്ടുപിടിക്കാലോ. R³ = 81 ആണെങ്കിൽ 6 എന്തായിരിക്കും? 6 എന്തായിരിക്കും? R³ 81 എന്ന് പറഞ്ഞാൽ എന്തിന്റെ ഇതാടാ? സ്ക്വയറാ? 9ന്റെ സ്ക്വയർ ആണ്. അപ്പൊ 9 നമുക്ക് എങ്ങനെ എഴുതാം? 3 × 3 എഴുതാം. അപ്പൊ എന്തിന്റെ സ്ക്വയർ ആയിരിക്കുള്ളൂ? 81. ക്യൂബ് ആയിരിക്കുള്ളൂ 3. അപ്പൊ അതിൽ നമുക്ക് 6 കിട്ടി. മനസ്സിലായില്ലേ? 81 നമുക്ക് 9 × 9 എഴുതാം. അല്ലല്ല, 3 × 3 എന്താ? 9. അല്ലല്ല, എന്തൊരു മിസ്റ്റേക്ക് ഇല്ലടാ. ആ ഇവിടെ A ഉണ്ടല്ലോ. 81/3. അപ്പൊ എത്ര കിട്ടും? 27. അപ്പൊ 6 കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കി 2 എഴുതുക. ഇനി എന്ത് ചെയ്യണം? ഇവിടെ എന്താ? AR ഉണ്ട്, AR² ഇട്ട് കൊടുക്കുക, കണ്ടുപിടിക്കാം. എന്താ സ്പീഡ്!
ചില ആൾക്കാർക്ക്. നിനക്കല്ല ദീപന് ഭയങ്കര സ്പീഡ്. എല്ലാം കഴിഞ്ഞിട്ടിരിക്കണത് മമ്മൂട്ടി ഇരിക്കണ പോലെ. അല്ല ഇതെന്താണ് ഈ കാണിച്ചേക്കണ? ആ എഴുതിയാ? ബാക്കിയുള്ളത് ആരും ഇതും വന്ന് നേണി 27 മാത്രം എഴുതി വെച്ചേക്കണേ. എടാടാ എന്താടാ അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കേ. കഴിഞ്ഞാടാ അടുത്ത ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ വാല്യൂ ഓഫ് n so that a raised to n plus 1 plus a raised to n plus 1 plus b raised to n plus 1 by a raised to n plus b raised to n may be a geometric mean between a and b. എഴുതിയല്ല ക്വസ്റ്റ്യൻ. Find the value of n so that this may be GP geometric mean ആണ് കേട്ടോ. സോറി, geometric mean between അപ്പൊ എന്താ പറഞ്ഞ എന്നിന് ഏത് വാല്യൂ കൊടുക്കുമ്പോഴാണ് ഈ ഒരു ഇക്വേഷൻ ജോമെട്രിക് മീൻ ആണെന്ന് ചോദിച്ചേക്കണ. അപ്പൊ എന്താ ജോമെട്രിക് മീനിന്റെ ഇക്വേഷൻ എന്താ? എയും ബി രണ്ട് വാല്യൂസ് ആണെങ്കിൽ ജോമെട്രിക് മീൻ എന്ന് പറഞ്ഞ എന്താ? റൂട്ട് ചെയ്യാം. റൂട്ട് എ ബി. ജോമെട്രിക് മീൻ എന്ന് പറയുന്നത് എന്താ? എയും ബിയും രണ്ട് വാല്യൂസ് ആണെങ്കിൽ ജോമെട്രിക് മീൻ എന്താടാ? എയും ബിയും മീൻ അതർ ജോമെട്രിക്കൽ മീൻ ബിറ്റ്വീൻ എ ആൻഡ് ബി. അതായത് രണ്ട് വാല്യൂസ് ആണ് എയും ബിയും. അപ്പൊ അതിന്റെ ജോമെട്രിക്കൽ മീൻ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് എ ബി ആയിരിക്കും അല്ലേ? അത്ര എഴുതിക്കേ. ഇനി എന്ത് ചെയ്യണം? ഇത് ഈക്വൽ ടു റൂട്ട് ഓഫ് എ ബി ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിൽ നിന്ന് എന്നിന്റെ വാല്യൂ സോൾവ് ചെയ്തെടുക്കാം. ഇത് എപ്പോഴാ ജോമെട്രിക് മീൻ ആവണമെന്ന് ചോദിച്ചേക്കണം. അപ്പൊ ജോമെട്രിക് മീൻ ആണെങ്കിൽ ഇതും ഇതിന്റെ വാല്യൂ സെയിം ആയിരിക്കുമല്ലോ. ഇവര് ചോദിച്ചേക്കണം എന്താ? എങ്ങനെ ഏത് വാല്യൂ കൊടുക്കുമ്പോഴാണ് ഇത് ജോമെട്രിക് മീൻ ആവണമെന്ന് ചോദിച്ചേക്കണം. അപ്പൊ നമ്മൾ ഈ ഇക്വേഷൻ വിച്ച് ഇസ് ഈക്വൽ ടു ജോമെട്രിക് മീൻ എടുത്ത് ഇനി ഇതിൽ നിന്ന് എന്നിന്റെ വാല്യൂ സോൾവ് ചെയ്ത് കണ്ടുപിടിക്കാം. അത്രേ ഉള്ളൂ. സ്ക്വയർ ചെയ്യുന്നതിന് പകരം നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? റൂട്ട് ഓഫ് എ ബി നമുക്ക് a raised to 1/2 b raised to 1/2 എന്ന് എഴുതാലോ. വേണ്ടതാ? ഇനി a raised to n അപ്പുറത്തോട്ട് കൊണ്ടോ? ഇതാ അല്ല, അത് വ്യത്യാസമില്ലേ? 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ എന്ന് പറയുന്നത് 3 പ്ലസ് 2 ദ ഹോൾ സ്ക്വയർ എഴുതാൻ പറ്റുമോ നമുക്ക്? ഇല്ലല്ലോ. അപ്പൊ അങ്ങനെ പറ്റില്ല. നീ ഇതിന് ഇപ്പുറത്തോട്ടുണ്ടോ? മനസ്സിലായ? 3 സ്ക്വയർ പ്ലസ് 2 സ്ക്വയറിനാ 3 പ്ലസ് 2 ദ ഹോൾ സ്ക്വയർ എഴുതാൻ പറ്റുമോ? അപ്പൊ പിന്നെ എങ്ങനെ അങ്ങനെ എഴുതാൻ പറ്റണം? നീയൊക്കെ എങ്ങോട്ടാണോ പഠിച്ചു വരുന്നത്? എന്താ നീ ഉദ്ദേശിച്ചത്? ഇതിനെ ഇപ്പുറത്തോട്ട് എടുത്തേ. ബ്രാക്കറ്റാ?
അല്ല അപ്പൊ a raised to 1 by 2 plus n എന്നൊക്കെ വരും. ആ a raised to 1 by 2 plus n into b raised to 1 by 2 plus n. ആ എന്നിട്ട് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് നമ്മൾ ഇത് ഇങ്ങനെ ചെയ്ത് ഇതിനെ ഞാൻ അപ്പുറത്തോട്ട് എടുത്തേ. അപ്പൊ അടുത്ത സ്റ്റെപ്പില് എ റേസ് ടു എൻ പ്ലസ് വൺ അപ്പൊ n by 2 into ഇനി അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? എ റേസ് ടു 1 by 2 ഉണ്ട്, എ റേസ് ടു എൻ ഉണ്ട്. അപ്പൊ എന്താവും? എ റേസ് ടു എൻ പ്ലസ് 1 by 2 എന്നാവും അല്ലെ? എ റേസ് ടു എം പ്ലസ് എ റേസ് ടു എൻ, എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ എന്ന് പറയുന്നത് എ റേസ് ടു എം പ്ലസ് എൻ. അപ്പൊ എ റേസ് ടു എൻ പ്ലസ് 1 by 2, പിന്നെ ഈ ഒരു ബിയുടെ ടേം ബി റേസ് ടു 1 by 2 അതും കൂടി വരും. മനസ്സിലായ? എന്നിട്ട് ഇത് കോമൺ എടുക്കാനോ ആ ഇനി ഇതിന്റെ അകത്തോട്ട് ചെല്ലുമ്പോ എന്ത് വരും? എ റേസ് ടു 1 by 2 പ്ലസ് n ഏ 1 by 2 പ്ലസ് n എന്നില്ലേ? അല്ല ഈ ഒരു ടേമിനെ ആദ്യം ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോ ഇവിടെ ബിയുടെ ടേം ഒന്നുമില്ലല്ലോ. ഓ ഇത് പ്ലസ് ആ ഈ ഇവന്റെ പേരെന്തായിരുന്നോ ഈ പുറകിലിരിക്കുന്നവന്റെ നേരത്തെ വന്നതിന്റെ പേര് എന്താണ്? അവിടെ ഇരുന്ന് കുറ്റം പറയണ പോലെ പറയണം. അനന്തശ്യാം തോട്ട ഏ ദൈവത്തെ ഓർത്ത് നീ മാത്സ് ഒന്നും പഠിച്ചു വലിയ ആളാവരുത്. തിയറൊക്കെ മാറ്റി ചെയ്തും വേണമെങ്കിൽ വെട്ടിയിട്ട്. ഏ? ഇത്ര ചെയ്താ? ഇനി ഇത് നോക്കിക്കേ. ഇനി എ റേസ് ടു എൻ പ്ലസ് 1 by 2 ബി റേസ് ടു 1, എ റേസ് ടു എന്നിന്റെ ടേംസിനൊക്കെ ഒരു സൈഡിലോട്ട് കൊണ്ടുവരാം. ഇവിടെ എ റേസ് ടു എൻ പ്ലസ് 1 ഉണ്ട്, ഇവിടെ എ റേസ് ടു എൻ പ്ലസ് 1 by 2 ഉണ്ട്. അപ്പൊ ഈ ഒരു ടേമും ഇപ്പുറത്തോട്ട് കൊണ്ടുവരിക, ഈ ബി റേസ് ടു എന്നിനെ അപ്പുറത്തോട്ട് കൊണ്ടുവരിക കേട്ടോ. അപ്പൊ എന്താവും? എ റേസ് ടു എൻ പ്ലസ് 1 നിനക്ക് എന്തെങ്കിലും പ്രോട്ടീന്റെ കുറവുണ്ടാടാ? മുടി നരച്ച് വൈറ്റമിൻസിന്റെ നാച്ചുറലാണോ? എനിക്കിതുപോലെ 2-3 ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ടൈ അടിച്ചു. പ്രോട്ടീനൊക്കെ അവന്റെ ബ്രെയിനാ നിന്നോണ്ടിരിക്കണം അല്ലടാ? നീ കഴിക്കുന്ന പ്രോട്ടീനൊക്കെ ബ്രെയിൻ അല്ലേ നിന്നോണ്ടിരിക്കണം? ആ ബ്രെയിൻ ബ്രെയിൻ അതാ, അതുകൊണ്ട് അവൻ എത്ര നല്ല ബുദ്ധി. എടാ അവൻ നിസ്സാരക്കാരൻ നല്ല ബുദ്ധിയുണ്ട്. ഈവൻ കഴിഞ്ഞ ഇനി നോക്കിക്കേ. ഇവിടെ നിന്ന് എ റേസ് ടു എൻ പ്ലസ് 1 by 2 കോമൺ പുറത്തെടുക്കാൻ പറ്റും. പുറത്തെടുക്ക്. എ റേസ് ടു എൻ പ്ലസ് 1 by 2 ട്ടാ. ഇവിടെ നിന്ന് എ റേസ് ടു ഇവിടെ എന്നാൽ നമ്മൾ ഇവിടെ ഈ സാധനം പുറത്തെടുക്കണത്. അപ്പൊ ഇവിടെ ഒരു ബൈ 2 ഇട്ട് കൊടുത്താൽ മതിയല്ല. അപ്പൊ അതകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോ കട്ടായി പോയിക്കോളും. ആ ബൈ 2 ആ എ റേസ് ടു 1 by 2 ആ. ഇവിടെ നിന്ന് നമ്മള് എ റേസ് ടു എൻ പ്ലസ് 1 by 2 ആണ് പുറത്തെടുക്കണത്. അപ്പൊ ഇവിടെ നിന്ന് പുറത്താകുമ്പോ പിന്നെ ഇവിടെ വേറെ ഒന്നും ഉണ്ടാവില്ല. ഇവിടെ നമ്മള് പുറത്താക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ എ റേസ് ടു 1 by 2 ആവും. അപ്പൊ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോ എൻ പ്ലസ് 1 by 2 എന്നാവും കേട്ടാ. മൈനസ് ഇവിടെ ബി റേസ് ടു 1 by 2. അപ്പുറത്തും ഇതുപോലെ തന്നെ കേട്ടോ.
ഏ ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കാനുള്ളത്? എന്നല്ലേ എന്നിന്റെ വാല്യൂ ഇത്രയൊക്കെ ചെയ്തിട്ട് എന്താ കണ്ടുപിടിക്കാന്ന് പറഞ്ഞത്? ഇനി നോക്കിക്കേ, എ റേസ് ടു എൻ പ്ലസ് 1/2 പിന്നെ ബീന. ഇത് രണ്ടും കട്ടായിപ്പോ. ബാക്കി കണ്ടുപിടിച്ചതിന്റെ വാല്യൂ. അപ്പൊ ഇതിന് നമ്മളൊരു സ്ഥലം. അപ്പൊ എന്തായി വന്ന എ റേസ് ടു എൻ പ്ലസ് 1/2 ബൈ ബി റേസ് ടു എൻ പ്ലസ് 1/2 ഈക്വൽ ടു 1 എന്ന്. ഇത് നമുക്ക് ഇതിനെ അങ്ങോട്ട് പോയാൽ പിന്നെ വേറെ ഒന്നുമില്ലല്ലോ അവിടെ. അതാരും അത്രയും വലിയ ഓവർ. ഇനി നോക്കിക്കേ, അതിന് നമുക്ക് മൊത്തത്തില് എ ബൈ ബി ദ ഹോൾ റേസ് ടു എൻ പ്ലസ് 1/2 എന്ന് എഴുതാലോ, ഈക്വൽ ടു 1. അപ്പൊ എന്താ എന്നിന്റെ വാല്യൂ? അപ്പൊ നോക്കിക്കേ, ഒരെണ്ണത്തിന്റെ പവർ 1 കിട്ടണമെങ്കിൽ അതിന്റെ ഇതെന്തായിരിക്കും? 0. വെരി ഗുഡ്. അവനെ ബുദ്ധിയുണ്ടായുള്ളു. മനസ്സിലായോ? ഒരു സാധനത്തിന്റെ പവർ എടുക്കുമ്പോ 1 കിട്ടണമെങ്കിൽ ഈ ഒരു സാധനത്തിന്റെ ഇതിന്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കുള്ളൂ. അതുകൊണ്ടാണ് n പ്ലസ് 1/2 ഈക്വൽ ടു എന്ത് കിട്ടിയ നമുക്ക്? അതായത് നമുക്ക് ഒരെണ്ണത്തിന്റെ വാല്യൂ, അതായത് 2 റേസ് ടു 0 എടുക്കുമ്പോ മാത്രമേ 1 വരുള്ളൂ. അല്ലെങ്കിൽ പോട്ടെ 5 റേസ് ടു 0 എടുക്കുമ്പോ മാത്രമേ 1 വരുള്ളൂ. 2 റേസ് ടു 1 എടുത്താൽ എന്താ വാല്യൂ? 2 വരും. അപ്പൊ പവർ 0 ആണെങ്കിൽ മാത്രം ഇവിടത്തെ വാല്യൂ 1 വരുള്ളൂ. 2 × 0 ആണ് അവിടെ പവർ. 2 റേസ് ടു 1 എന്ന് പറഞ്ഞാൽ 2. 2 റേസ് ടു 1 എങ്ങനെ? 2 × 1 എന്ന് പറഞ്ഞാൽ 2 തന്നെ അല്ലേ? 2 സ്ക്വയർ എന്ന് പറഞ്ഞത് എന്താ അതിന്റെ അർത്ഥം? 2 × 2 അല്ലേ? 2 റേസ് ടു 1 എന്ന് പറഞ്ഞാൽ എന്താ? വെറുതെ 2 മാത്രം. 2 × 1 എങ്ങനെയാവും? വെറുതെ. നമ്മൾ പവർ എടുക്കണമെന്ന് വെച്ചാൽ ഈ നമ്പർ അത്രോൺ ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യണം. 2 റേസ് ടു ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? 2 × 2 × 2, അതായത് 2നെ 3 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ എന്താ? 2നെ 2 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ 2നെ 1 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യണം. മറ്റേ 2നെ എന്ത് ചെയ്യണ്ട? അങ്ങനെ ചെയ്യേ വേണ്ട. 2 റേസ് ടു അല്ലല്ല 2 റേസ് ടു 0 എന്ന് പറഞ്ഞാൽ 1 ആണ് അതിന്റെ വാല്യൂ. അപ്പൊ ഇവിടെ 1 വരണമെങ്കിൽ n പ്ലസ് 1/2 വാല്യൂ 0 ആയിരിക്കണം. അപ്പൊ എന്നിന്റെ വാല്യൂ എന്താ? വെറുതെ -1 ആയിരിക്കണോ? അവിടെ എന്തൊരു സംശയം? മനസ്സിലായോ? വാഹിബ് ഉറങ്ങണേ, അത് അടച്ചു വെച്ചിട്ട്. അഞ്ചേ മുക്കാലായടാ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ എഴുതിക്കേ. ഞാൻ 5 മിനിറ്റ് ബ്രേക്ക് ഇട്ടാ. ഇവൻ ഈ ബ്രേക്ക് എടുക്കുന്ന നാട്ടുകാരെ മൊത്തം അറിയിക്കും. അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കേടാ. അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കട്ടെ. സം ഓഫ് വിവേക ഫോൺ മേടിച്ച് വെക്കണോടാ. The sum of two number is 6 times of their geometric mean. The sum of two number is 6 times of their geometric mean. Show that the numbers are in the ratio so that the numbers are in the ratio 3 plus 2 root 2 3 plus 2 root 2 3 plus 2 root 2 ratio 3 minus 2 root 2.
ജി പി എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ജോമെട്രിക് മീൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ജി പിയുടെ ടേംസ്? അപ്പൊ ഇവരെന്താ പറഞ്ഞേക്കണേ? എയും ബിയും എന്താണ്ട് എടുക്കാം നമുക്ക്? 2 നമ്പേഴ്സ് ആണ് അല്ലെ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ പറഞ്ഞേക്കണ? അതിന്റെ സം എന്ന് പറയുന്നത് എന്താന്നാ പറയണ? എ പ്ലസ് ബി എന്ന് പറയുന്നത് 6 ടൈംസ് ഓഫ് ദർ ജോമെട്രിക് മീൻ എന്നല്ലേ പറഞ്ഞേക്കണ? അതായത് എയും ബിയും ആഡ് ചെയ്യുമ്പോൾ 6 ടൈംസ് ഓഫ് ജോമെട്രിക് മീൻ കിട്ടും. എന്താ നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കണ? നമ്പേഴ്സിന്റെ റേഷ്യോ ഇതാണെന്ന് കാണിക്കാനാ പറഞ്ഞേക്കണ. എയുടെയും ബിയുടെയും റേഷ്യോ ഇതാണെന്ന് കാണിക്കണം. അപ്പൊ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? എയുടെയും ബിയുടെയും വാല്യൂ കണ്ടുപിടിക്കാം. അതായത് അതിന്റെ റേഷ്യോ അതാണ് കാണിക്കേണ്ടത്. അപ്പൊ ആദ്യം നമ്മള് ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? സ്ക്വയറാ? സ്ക്വയർ അല്ലേ ഇവര് ചെയ്തേക്കണം. ഇത് കാണിക്കാൻ വേണ്ടി അല്ല അല്ല. അതായത് നമ്മള് 6ന 2 into 3 എന്ന് എഴുതി. 6ന 2 into 3. ഇനി ഇതിന് 2 റൂട്ട് എ ബി താത്തോട്ടെടുത്ത് ബാക്കി 3നെ അവിടെ തന്നെ നിർത്തി. ഇത്ര നോക്കിക്കേ. ആദ്യം നമുക്ക് ഇതല്ലേ കിട്ടിയത്. അപ്പൊ 6നെ നമ്മൾ എന്ത് ചെയ്തി? 2 into 3 എന്ന് എഴുതി. വിവേക് കേൾക്കണ്ടല്ലോ. 6നെ 2 into 3 എന്ന് എഴുതി. ഇനി 2 റൂട്ട് എ ബിനെ നമ്മൾ താത്തോട്ടെടുത്ത് ബാക്കി 3 അവിടെ തന്നെ. ഇനി ബൈ 1, അതായത് എല്ലാ നമ്പറും താഴെ 1 ഉണ്ടല്ലോ, അറിയാലോ. ഇനി നിങ്ങൾക്ക് എന്തോ അല്ലല്ല കോമ്പിഡൻറ്റോ ഡിവിഡൻറ്റോ എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ? കോമ്പിഡൻറ്റോ ഡിവിഡൻറ്റോ അതായത് കോമ്പിഡൻറ്റോ ഡിവിഡൻറ്റോ എന്ന് പറഞ്ഞ ഇവിടെ ശ്രദ്ധിക്ക്. ന്യൂമറേറ്റർ എന്താണ്? എ പ്ലസ് ബി. ഇതിന്റെ ഡിനോമിനേറ്റർ എന്താ? 2 into റൂട്ട് എ ബി അല്ലെ? അപ്പൊ ഇവിടെ നമ്മള് എന്താണ് അതായത് നമ്മുടെ ഈ ഡിനോമിനേറ്റർ ഇല്ലേ, അതെന്ത് ചെയ്യുന്ന വെച്ച് നോക്കിക്കേ. ആദ്യത്തെ എ പ്ലസ് ബിയുടെ കൂടെ നമ്മൾ ഈ സാധനം ആഡ് ചെയ്ത് ഇനി നോക്കിക്കേ. അടിയിൽ നമുക്ക് ഈ ന്യൂമറേറ്റർ തന്നെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ സാധനം മൈനസ് ചെയ്യണം. എ പ്ലസ് ബി മൈനസ് 2 റൂട്ട് എ ബി എന്ന് പറയുന്നത് ഇതിനോട് ഈക്വലാ. എന്താ ചെയ്തത്? ന്യൂമറേറ്റർ നമ്മൾ എഴുതി, ഡിനോമിനേറ്റർ അതിന് ആഡ് ചെയ്ത്, ന്യൂമറേറ്റർ പിന്നെ താഴെ എഴുതി, അതിന്റെ ഡിനോമിനേറ്റർ മൈനസ് ചെയ്ത്. അങ്ങനെയാണെങ്കിൽ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? വിവേക് പറഞ്ഞേ. വിവേക് പറയാൻ പറഞ്ഞപ്പോ നീ പറയണം. അപ്പൊ 3യുടെ കൂടെ ആദ്യം 1 ആഡ് ചെയ്ത് 3യുടെ കൂടെ 1 മൈനസ് ചെയ്യും. ഇത്ര മനസ്സിലായില്ലേ? ഇനി ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞെടുത്തോ. അങ്ങനെ വെക്കാൻ അവരങ്ങനെ ചെയ്തത്. ഇതെന്ന് പറയണ എന്താ? ഇതിപ്പോ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ആ ഫോമിലോട്ട് ആക്കിയില്ലേ? നോക്ക്. ഏതാ? ഇതാണാ? അതായത് കോമ്പിഡന്റോ ഡിവിഡന്റോ എന്ന് പറഞ്ഞാ ന്യൂമറേറ്റർ എഴുതി, ന്യൂമറേറ്ററിൽ നിന്ന് ഡിനോമിനേറ്റർ ആഡ് ചെയ്ത്, ഇനി പിന്നെ ഡിനോമിനേറ്ററിന് അവിടെ ആരെഴുതി? ന്യൂമറേറ്റർ എഴുതി, അതിൽ നിന്ന് ഇത് മൈനസ് ചെയ്ത്. ഇത് രണ്ടും ഈക്വലാ. അപ്പൊ അതുപോലെ ഇവിടെ ഇത് നോക്കി 3 ആദ്യം എഴുതി, 3 എന്ന് ഇതും പ്ലസ് ആഡ് ചെയ്ത് 3 താഴെയും എഴുതി, അതിൽ നിന്ന് 1 മൈനസ് ചെയ്ത്. മനസ്സിലായ? 10 പ്രാവശ്യം പറഞ്ഞാലേ അവന് മനസ്സിലാവുള്ളൂ. മനസ്സിലായാ? എന്നിട്ട് മിണ്ടാത്ത കണ്ടോ? കോമ്പിഡന്റോ ആൻഡ് ഡിവിഡന്റോ. ഞാനിത് ആദ്യമായിട്ടാണ് പഠിക്കണം. ഞാൻ ഇപ്പഴാ പഠിക്കണ ഈ സാധനം. ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ടെന്ന്. ഇനി നോക്കിക്കേ. ഇതെന്ന് പറഞ്ഞ എന്തിന്റെ എക്സ്പാൻഷൻ ആണ് ജ്യോതിഷേ? എ പ്ലസ് ബി. വെരി ഗുഡ്. റൂട്ട് എ പ്ലസ് റൂട്ട് ബി ദ വെരി ഗുഡ് പറഞ്ഞപ്പോ റൂട്ട് എ പ്ലസ്. അപ്പൊ ഇതെന്ന് പറയണത് റൂട്ട് എ പ്ലസ് റൂട്ട് ബി ദ ഹോൾ സ്ക്വയറിന്റെ എക്സ്പാൻഷൻ ആണ് ഈ സാധനം. അപ്പൊ അടിയിലത്തെ എന്താണ് വിവേകെ? ഞാൻ വിവേകിനോട് കേൾക്കുമ്പോ നീ പറയണെന്തിനാ? റൂട്ട് എ മൈനസ് റൂട്ട് ബി. ഇനി താഴത്തെ എന്താവും? 4/2.
ആ 2. ഇനി സ്ക്വയർ ചെയ്യാം. സ്ക്വയർ ചെയ്യുമ്പോ എന്ത് പറ്റും? സോറി, സ്ക്വയർ റൂട്ട് എടുക്കാം. ടേക്കിംഗ് ദ സ്ക്വയർ റൂട്ട് ഓൺ ബോത്ത് സൈഡ്സ്. ഈ സ്ക്വയർ പോവും, സ്ക്വയർ റൂട്ട് എടുക്കുക കേട്ടാ. ടേക്കിംഗ് സ്ക്വയർ റൂട്ട്സ്. എടാ നിങ്ങളുടെ സ്കൂളിലൊക്കെ ബ്ലാക്ക് ഇത് തന്നെയാണോ? വൈറ്റ് ബോർഡ് ആണോ? അല്ലേ? ഡിജിറ്റൽ ബോർഡോ? ടിവിയാ? ആ ഗ്രീൻ ബോർഡ് ആയിരിക്കും അല്ലേ? നിങ്ങളൊക്കെ എന്ത് ഡെവലപ്മെന്റ്, എന്ത് ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ് ആണ് കമ്പ്യൂട്ടർ സയൻസുകാര്? അപ്പൊ ആ മിസ് ഇതിൽ ഇതാണ് ചെയ്ത് കാണിക്കണൊക്കെ. അതിന്റെ അകത്ത് വേറെ വൈറ്റ് ബോർഡ് ഉണ്ട്. അതിന്റെ അകത്ത് വേറെ വൈറ്റ് ബോർഡ്. അതിനെന്നാലും ഇത് ചെയ്താ പോരെ. പക്ഷെ ഫിഗേഴ്സ് ഒന്നും കാണിക്കാൻ പറ്റില്ല. ഇത് നോക്കിക്കേ, ടേക്കിംഗ് സ്ക്വയർ റൂട്ട് എടുക്കുമ്പോ എന്ത് പറ്റും? രണ്ട് സൈഡ് എടുക്കണം. അപ്പൊ ഈ സ്ക്വയർ രണ്ടും പോകും. √2 എന്താവും? √2 ആവും. ഇനി ഈ കോമ്പണന്റോട് ഡിവിഡന്റ് ഒന്നുകൂടി അപ്ലൈ ചെയ്ത് എന്നിട്ട് ഞാൻ ഒന്ന് കാണട്ടെ നീയൊക്കെ അപ്ലൈ ചെയ്ത്. ഇപ്പൊ പറഞ്ഞ കോമ്പണന്റോ ഡിവിഡന്റോ ഒന്ന് അപ്ലൈ ചെയ്യും. ഇപ്പൊ √2 √2 -1 എന്നാക്കുക കേട്ടോ. എന്നിട്ട് അപ്ലൈ ചെയ്യാം കേട്ടോ. ബ്രാക്കറ്റ് ഒന്നും വേണ്ട, പ്ലസ് ചെയ്യാ വേണ്ട, അതിലിടണ്ട. അതിൽ ബ്രാക്കറ്റ് ഇട്ടിട്ടില്ലല്ലേ? ബ്രാക്കറ്റ് വേണ്ട. അല്ലെ ബ്രാക്കറ്റ് ഇട്ടോടാ, അല്ലെ ബ്രാക്കറ്റ് ഇടണ്ട. നിനക്ക് നോക്കട്ടെ, നമ്മൾ അടിയിലത്തെ സാധനമല്ലേ. ബ്രാക്കറ്റ് ഇട്ടോ. പ്ലസ് ചെയ്യുമ്പോ കുഴപ്പമില്ല, മൈനസ് ചെയ്യുമ്പോ അത് വ്യത്യാസം വരും. ബ്രാക്കറ്റ് ഇട്ടോട്ടെ ജ്യോതിഷേ. 2 √2 അല്ലേ അത്? കട്ട് ചെയ്ത് കളയാൻ പറ്റണ്ടോ? എല്ലാം കളഞ്ഞ ഇനി എന്തിട്ടാ ഉള്ളത് ബാക്കി? അങ്ങനെ എല്ലാം ഒന്നും പോവൂല. അടിയിൽ മാത്രമേ ബ്രാക്കറ്റ് ഇടുമ്പോ പ്രശ്നമുള്ളൂ. മുകളിൽ പ്ലസ് അല്ലേ ചെയ്യണത്? മുകളിൽ പ്ലസ്, അടിയിൽ മൈനസേ. നല്ലല്ലേ? ആ മെടുക്കൻ. √2 + 1 തന്നെ. അതൊക്കെ വട്ടായടാ നിനക്കൊക്കെ. എവിടെ? എവിടെ? ഇനി ഈ സ്ക്വയർ അങ്ങോട്ട് പോകുമ്പോ എന്താവും? റൂട്ട് അങ്ങോട്ട് പോകുമ്പോ എന്താവും? സ്ക്വയർ റൂട്ടിന് അങ്ങോട്ട് മാറ്റി. ഇനി സ്ക്വയർ, ടേക്കിംഗ് സ്ക്വയർ ഓൺ ബോത്ത് സൈഡ്സ്. സ്ക്വയറാ ഇത്? എന്ത് ഇവിടം വരെ ശരിയാണ്. ഇപ്പുറത്തെ സാധനത്തിന് ചെയ്തില്ലേ? ഇത് ഇപ്പുറത്തും ചെയ്യണ്ടേ? അപ്പാ അല്ല, കോമ്പണന്റോട് ഇവിടെ ഇപ്പുറത്തും ചെയ്യണം. അപ്പൊ √2 -1 എന്നാക്കത്. എന്നിട്ട് അന്നണ്ടാ ആൻസർ. ഇത് ഇനി സ്ക്വയർ എടുക്ക്. അപ്പുറത്തും ഇപ്പുറത്തും സ്ക്വയർ എടുക്ക്. സ്കോർ എടുക്കുമ്പോ 2 + 1 മൊത്തത്തിൽ സ്കോർ എടുക്കണം. അപ്പൊ A + B ഹോൾ സ്ക്വയർ കിട്ടിയാ? നിങ്ങൾക്ക് ഈ മെത്തേഡ് തന്നെയാണ് പഠിപ്പിച്ച ക്ലാസ്സിൽ? എന്നിട്ടാണ് കോമ്പണന്റോ ഡിവിഡന്റ് എന്താന്ന് അറിയാൻ പാട് മത്തങ്ങ പോലെ ഇരിക്കണ ഇവിടെ. നിനക്കറിയാൻ പാടില്ല കോമ്പണന്റ്? നീ ക്ലാസ്സിലുണ്ടായില്ലേ ഇത് പഠിപ്പിച്ചപ്പോ?
ആ എന്താ ക്ലാസ്സിലുണ്ടായിട്ടില്ലേ? സ്കൂളിൽ ഞങ്ങൾ ഞാൻ കണ്ടിട്ടില്ല. ക്ലാസ്സിൽ ചാപ്റ്റർ എടുത്ത് കഴിഞ്ഞാ? ആഹാ മാനസിന്റെ കഴിഞ്ഞില്ലേടാ ഈ ചാപ്റ്റർ ക്ലാസ്സിൽ? ഈ പ്രോബ്ലം പഠിപ്പിച്ചാ? പഠിപ്പിച്ചിട്ടില്ലേ? അപ്പൊ പരീക്ഷക്കില്ലേ അത്? പരീക്ഷക്കില്ലേ? അതെന്താ? അപ്പൊ ഇതൊക്കെ പഠിപ്പിക്കണം നിങ്ങൾക്ക് ഇല്ലേടാ? അപ്പൊ ഇതൊക്കെ ഇല്ലേ? അപ്പൊ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളുടെ ഇത് തന്നെയാണ് ഇടുന്ന? ഓ +2 കിട്ടിയാ? എന്നിട്ട് A-B² അല്ലേ? A² + B²- ഞാൻ പഠിച്ചാണ് A² - 2AB + B². തിരിച്ചേ കിട്ടുന്നുള്ളൂ. അപ്പൊ ക്വസ്റ്റ്യൻസ് അപ്പൊ ടെക്സ്റ്റിൽ തന്നെ ഇടുവോ? ടെക്സ്റ്റിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻ ഇടണ? അപ്പൊ ഇത് പഠിച്ചിട്ട് പോയാൽ ഫുള്ള് കിട്ടും. കഴിഞ്ഞാടാ? എടാ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ആയിട്ടില്ലേ, ഫൈൻഡ് 3 terms of GP whose the sum is 52 and the sum of whose product is pair is 624 ചെയ്തിട്ടുണ്ടോ? നോക്കിക്കേ. 3 ടേം കണ്ടുപിടിച്ചു എന്നിട്ട് നമ്മൾ ആദ്യം 6 എന്ന് പറയണത് അത് സം 52, പ്രൊഡക്റ്റ് 624. എന്താണ് ഇല്ലല്ല. അടുത്ത ക്വസ്റ്റ്യൻ ഇരിക്കടാ. Find the three numbers in GP. Find 3 numbers in GP whose sum is 52. Whose sum is 52. Whose sum is 52 and whose product is in pair is 624. And the product is 624. അപ്പൊ എന്താ പറയണ, നമുക്ക് GPയിലെ 3 ടേംസ് കണ്ടുപിടിക്കണം. ആ 3 ടേമിന്റെ സം എന്ന് പറയുന്നത് 52, പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് 624 എന്ന് വന്നിട്ടുണ്ട്. അപ്പൊ 6 കണ്ടുപിടിച്ച് A+AR+AR² 52, A*AR*AR² is equal to 624. കണ്ടുപിടിച്ചതിന് വേഗം. എന്താ ഫ്യൂച്ചർ, പ്രസന്റ്, പാസ്റ്റ്? ആറിന്റെ വാല്യൂ കണ്ടുപിടിക്കണം ആദ്യം. A+AR+AR² ഈക്വൽ ടു 52. മറ്റേതെന്താ? A*AR*. അപ്പൊ ഏതിന്റെ സ്ക്വയർ ആയിട്ടാ വന്നേക്കണം?
ആദ്യം എ പ്ലസ് എ ആർ പ്ലസ് എ ആർ സ്ക്വയർ രണ്ട് ഇക്വേഷൻ കിട്ടിയില്ലേ? ആരെ കണ്ടുപിടിക്കണം? എ ക്യൂബ് എയുടെ വാല്യൂ വന്നിട്ടുണ്ടോ? ഫസ്റ്റ് എ കണ്ടുപിടിക്കാൻ പറ്റുന്ന നോക്കിയില്ലേ? രണ്ട് ഇക്വേഷൻ സോൾവ് ചെയ്ത് എ കോമൺ പുറത്തെടുക്കാം ഇതിന്. എന്നിട്ട് എയുടെ വാല്യൂ എ കോമൺ പുറത്തെടുത്താ അപ്പൊ എന്ത് കിട്ടി? 1 + r + r സ്ക്വയർ കിട്ടി അല്ലെ? അതിൽ നിന്ന് എ കണ്ടുപിടിക്കാൻ പറ്റണ്ട. എടാ ക്വസ്റ്റ്യൻ എത്രാമത്തെ ആയിരുന്നു? നിക്കട്ടാടാ, ഇത് എത്രാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു കൊണ്ടാറ്? നിക്ക്, ആദ്യം നമ്മള് ഫസ്റ്റത്തെ ഇക്വേഷനിൽ നിന്ന് എയുടെ 52 എന്ന് പറഞ്ഞ ഇക്വേഷൻ ഇല്ലേ, അതിൽ നിന്ന് എയുടെ വാല്യൂ പുറത്തെടുക്കുക. അപ്പൊ a × 1 + r × r സ്ക്വയർ = 52 എന്ന് കിട്ടും. രണ്ടാമത്തെ ഇന്ന് a സ്ക്വയർ r പുറത്തെടുക്കുക. a സ്ക്വയർ r രണ്ടാമത്തെ ഇക്വേഷൻ എന്താ? 624 ഇക്വേഷൻ. 624 ഇക്വേഷൻ ഇല്ലേ, പുറത്തെടുക്കടാ അതിന്ന് ഇൻറ്റു. എടാ അതെന്താന്നാ, ഹൂസ് പ്രൊഡക്റ്റ് ഇൻ പെയർ ഈ 64 എന്നാ പറഞ്ഞേക്കണം. ഇൻ പെയർ എന്ന് പറഞ്ഞാൽ എയും എ ആറും. പ്രൊഡക്റ്റിന്റെ, അതായത് പെയറിന്റെ പ്രൊഡക്റ്റ് ആണ് 624. അല്ല, എ ഇൻറ്റു, അതായത് നോക്കിക്കേ, ഫസ്റ്റത്തെ ടൈം എ ആർ സ്ക്വയർ നോക്കിക്കേ, എയും എ ആറും കൂടി ചേരണത് a × എ ആർ പ്ലസ് ഇത് രണ്ടും എ ആർ × എ ആർ സ്ക്വയർ പ്ലസ് എ ആർ സ്ക്വയർ × എ. ഇതാണ് 624 കേട്ടോ, മാറിപ്പോയത് എനിക്ക് ക്വസ്റ്റ്യൻ. എടാ അതായത് ദ ഹൂസ് പ്രൊഡക്റ്റ് ഇൻ പെയർ ഈസ് 624. ഞാൻ പറഞ്ഞത് അല്ലടാ, ഞാൻ പറഞ്ഞത് മാറിപ്പോയതാ. ഇനി കണ്ടുപിടിക്കാതാ. ഇപ്പൊ പെട്ടെന്ന് നേരം വൈകുന്നുണ്ടല്ലേ എടാ, ഇരുട്ടാവനുണ്ടല്ലേ? ഇതൊക്കെ കണ്ടുപിടിച്ചത് ഇതും ലാസ്റ്റ് ടൈമും ഫസ്റ്റ് ടൈമും. ഈ പറയണതൊക്കെ ഇതിന്റെ അകത്ത് കേൾക്കും, മിണ്ടാണ്ടിരിക്കലാണോ? കിട്ടിയാ മൈക്ക് എവിടെയാണെങ്കിൽ കേൾക്കുമല്ലോ, ഞാൻ ഇവിടെ കിടക്കുമ്പോ. കിട്ടിയാടാ? ഫസ്റ്റത്തെ ഇക്വേഷനിൽ നമുക്ക് എന്തായിട്ട്, ഇത് ഇക്വേഷൻ നമ്പർ 2 ആൻഡ് ഫസ്റ്റ് വൺ a × 1 + r. നോക്കിക്കോ, അപ്പൊ രണ്ടെണ്ണത്തിൽ എന്താണ് അതിന് ഡിവൈഡ് ചെയ്യാട്ടോ.
എ ഇക്കോട്ട് എന്ത് കിട്ടിയപ്പോ ഇത് കട്ട് ചെയ്ത് കളയുമ്പോ അല്ലല്ലെങ്കിൽ എ ഈക്വൽ ടു എ ഈക്വൽ ടു 12/6. ഇനി നോക്കിക്കേ എ ഈക്വൽ ടു 12/6 കിട്ടിക്കഴിഞ്ഞാ സബ്സ്റ്റിറ്റ്യൂട്ട് ഈ ഒരു ഇക്വേഷനിൽ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആറിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇൻ ഇക്വേഷൻ 1 get the value of r. ഇക്വേഷൻ നമ്പർ 1 ഇട്ട് കൊടുക്കും. എയുടെ വാല്യൂ 12/6 കിട്ടിയില്ലേ? ഇക്വേഷൻ നമ്പർ 1 2 ഇട്ട് കൊടുത്ത് ആറിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. എന്താ മനസ്സ്? നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ ടൂർ ഒന്നും ഇല്ലടാ? നിങ്ങക്ക് ബാക്കിയുള്ള ഈ 1 to 10 ടൂർ ഒക്കെ ഉണ്ടായിരുന്നോ? 10th 3 days ഒക്കെ അല്ലേ? വൺ ഡേ ടൂറാ നിങ്ങൾക്കാടാ? അങ്ങനെ തന്നെ. അപ്പൊ 12th 1 ഡേ എങ്ങോട്ടാ പോയ? ബീഹാറല്ലേ? മൂന്നാറാ? മൂന്നാറ് രാവിലെ പോയി. എന്നിട്ട് എന്ത് കാണാനാടാ? രാവിലെ ഒക്കെ പോവും. രാവിലെ 5 മണിക്ക് പോകും. എന്നിട്ട് അവിടെ എത്ര മണിക്ക് എത്തും? അല്ലടാ, രാവിലെ പോയിട്ട് അവിടെ എത്ര മണിയാകുമ്പോ എത്തും? ഉച്ചക്ക് 1 മണിക്ക് എത്തും. 9 മണിക്ക്. 9 മണിക്ക് എത്തും. രാത്രി 12 മുക്കാലിന് അവിടെ നിങ്ങൾ ഭ്രാന്താണ് തലക്ക്. പിന്നെ വേറെ കാര്യമുണ്ട്, നിങ്ങക്ക് അവിടെ തങ്ങാനുള്ള എക്സ്പെൻസ് ഉണ്ടാവില്ല. ഹോൾഡ് ചെയ്യുമ്പോ അവിടെ അതിന്റെ ഇത് കൊടുക്കണ്ടടാ. പിന്നെ നിങ്ങളൊക്കെ പിന്നെ അതുകൊണ്ടാണ് എല്ലാ സ്കൂളിലും അങ്ങനെ തന്നെ. ഒരു ദിവസം നിന്നെ അവിടെ താമസിപ്പിച്ച് വരുമ്പോ തന്നെ അത്യാവശ്യം പൈസ വരില്ല. അതുണ്ടെങ്കിൽ റിട്ടേൺ പൈസക്ക് വണ്ടി കയറ്റി ഇരുത്തിയാ പോരെ? അതാ പറഞ്ഞ, വണ്ടിയിൽ കയറ്റി ഇരുത്തിക്കാൻ കൊണ്ടുവന്നാ പോരെ? കുറച്ച് തിന്നാനും മേടിച്ചു തന്നെ എവിടെയെങ്കിലും ഇറക്കി. എന്റെ ഫുഡൊക്കെ എങ്ങനെയായിരുന്നു? ചിക്കൻ ബിരിയാണി. അപ്പൊ ഇടയ്ക്ക് ചായ കുടിക്കാൻ നിർത്തൂലടാ? ആണോ? സെയിം കടയിൽ തന്നെ ആവുമ്പോ രാവിലെ നിങ്ങൾ അവിടെ ചെല്ലുമ്പോ ചായ കുടിക്കോളൂ, പിന്നെ തിരിച്ച് ഉച്ചയാകുമ്പോ അവിടെ തന്നെ, പിന്നെ രാത്രി അവിടെ തന്നെ. അപ്പൊ അവരായിട്ട് എന്തെങ്കിലും ടൈപ്പ് ഉണ്ടാവും. കഴിഞ്ഞാടാ? ഏടെ വാല്യൂ കിട്ടിയാ? ക്വാഡ്രാറ്റിക് ഇക്വേഷൻ 2 ഇക്വേഷൻ കിട്ടും. 2 ഇക്വേഷൻ അല്ല, ഇക്വേഷൻ 3r² - 10r + 3 = 0.
അയ്യോ നാളെ ക്ലാസ് ഉണ്ടോ? നാളെ ക്ലാസ് ഉണ്ടാവും. നാളെ സൺഡേ ബുദ്ധിയില്ലാത്തവനെ ബോധം വെളിവില. എടാ നോക്കി വയലറ്റ് കളർ അല്ലേ എടാ ക്ലൗഡിന്? അല്ലേ വയലറ്റ് അല്ലേ? പർപ്പിൾ നീലേ ഇത് നോക്കി വയലറ്റ് അല്ലടാ മറ്റേ നമ്മുടെ യോഗേട്ടിന്റെ തന്നെ വേറൊരു സാധനത്തിന്റെ കിട്ടൂലേ? മിന്റ് യോഗേട്ട് ഇല്ലേ? യോഗേട്ട് കിട്ടൂലേ? പിങ്ക് അല്ല ദേടാ വയലറ്റ് ഇതേ അവിടെ എന്താ എടാ ബ്ലൂബെറിയുടെ യോഗേട്ട് കിട്ടും അതിന്റെ കളറ് ആ കളറ് കഴിഞ്ഞ ഏടെ വാല എന്താ കിട്ടിയ? ഏടെ വാല അല്ല നമുക്ക് ആറിന്റെ വാലല്ലേ വേണ്ടത്. എടാ ആറിന്റെ വാല എന്താ കിട്ടിയെന്ന് പറഞ്ഞേ? ഏതിലാ കൊണ്ട് ഇട്ട് കൊടുത്ത? ഇതിലല്ലേ ഇട്ട് കൊടുത്തോ? അതിലിട്ട് കൊടുക്കുമ്പോ 12/6 ഏതാ? കട്ട് ചെയ്ത് കളയാൻ പറ്റില്ലടാ. ഏ 1024 ആ 11 അല്ലേ? 11ന്റെ ക്യൂബ് അല്ലേടാ? 12ന്റെ ക്യൂബ് അല്ലേടാ 1024? ആണക്ക് 22. A28 ആണോ നോക്കിയടാ? അല്ല അല്ലേ? ആണോ? $1024 യൂട്ടില്ലേടാ? A36 A4 ഉണ്ട് A36 ഉണ്ട് രണ്ടും വരുന്നുണ്ട്. 2Aയുടെ വാല്യൂ ഉണ്ട് 36 ഉണ്ട് 4 ഉണ്ട്. കിട്ടിയാടാ? 3R² - 10R + 3. ഇതേടെ എങ്ങനെ കിട്ടി ക്യാഷ് നോക്ക് ചോദിച്ചേ. ഈ 52 ഞാൻ അപ്പുറത്തോടെ എടുത്ത് കട്ട് ചെയ്ത് കളഞ്ഞു. 13 52 4ന്റെ വെച്ചിട്ട് ആറിനപ്പൊ 2 വാല്യൂട്ട് 1/3 കിട്ടും 3 കിട്ടും. B² - 4AC വെച്ചിട്ട് സോൾവ് ചെയ്യാട്ടോ.